അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു പനി അടിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പം ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊരു കണ്ടൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടങ്ങ് ചെയ്യുവാണേ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ എല്ലാ കണ്ടൻറ്റുകളും കാണണം. ഓൾ എന്ന ഓപ്ഷൻ എടുത്ത് എല്ലാ കണ്ടൻറ്റും കാണണം കേട്ടോ. നമ്മൾ മാതൃശിശു പരിപാലന കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു സംഭവം എഴുതി വച്ചിട്ടുണ്ട്. അമ്മതൻ മുലപ്പാല് കുഞ്ഞുങ്ങൾക്കമൃതം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയ അമൃത് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടാനില്ല. ഏത് കരയുന്ന കുഞ്ഞിനെയും പാലൂട്ടിയാൽ, മുലപ്പാലൂട്ടിയാൽ പെട്ടെന്ന് അവരുടെ കരച്ചിൽ നിർത്തും. അത്രയ്ക്ക് ഊഷ്മളമാണ്, അത്രയ്ക്ക് നിറമധുരമാണ് ആ മുലപ്പാലിന്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അമ്മയാകുന്ന സ്ത്രീക്ക് വല്ലാത്തൊരു വേദനയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അന്നേരം ഓർക്കും അല്ലേ? അപ്പം നമ്മുടെ ഈ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മുലപ്പാലൂട്ടാനായിട്ട് 2 അമ്മമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒന്ന് ഭാവന, ഒന്ന് ഷാനിബ. പോസ്റ്റ് ഇട്ടത് വെള്ളമുണ്ട സ്വദേശിയായ അസീസാണ്. അസീസും ഭാര്യ ഷാനിബിയുമാണ് നമുക്കൊപ്പം ഉള്ളത്. അസീസാണ് ഈ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം ഇടുന്നത്. എന്തായിരുന്നു അങ്ങനെ ഇടാനൊരു കാരണം? ഞാൻ ഈ ദുരന്തം ഉണ്ടായ സമയം മുതൽ രാവിലെ മുതൽ ആ സ്ഥലത്ത് ചൂരൽമല പ്രദേശത്തും എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആഘാതവും ഇതിൻ്റെ വലിയ വിഷമം തോന്നി ആ സ്ഥലത്ത് ചെന്നപ്പോൾ. അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളെ ക്യാമ്പിലെത്തിച്ച് ഏകദേശം രാത്രി സമയത്താണ് മടങ്ങിപ്പോയത്. അപ്പോൾ നിരവധി ചെറിയ കുട്ടികൾ ക്യാമ്പിൽ വരികയും കരയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ പ്രയാസം തന്നെ. അപ്പോൾ ഞാൻ രാത്രി വീട്ടിലെത്തി വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ വൈഫ് എന്നോട് ഇങ്ങോട്ട് തന്നെയാണ് അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ മാളുണ്ടല്ലോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ സന്നദ്ധതാണെന്ന് അവളെ അറിയിച്ചത്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഞാൻ പിറ്റേ ദിവസം ഒരു സന്നദ്ധ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടതാണ്. അതിനുശേഷം ആരോ അടുത്ത് FB പോസ്റ്റിലേക്ക് ഇട്ടതാണ്. അതാണ് സംഭവം. എന്താണ് ഷാനിബ ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി തോന്നി? എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോളെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇതുപോലെ കുറേ കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ അവർ പാൽ കുടിക്കാൻ കുറേ ഉമ്മമാരൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടാവല്ലോ, അപ്പോൾ അവർ പാൽ കുടിക്കാനൊന്നും കഴിയില്ലല്ലോ, അപ്പോൾ ഞാൻ റെഡിയാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകാൻ റെഡിയാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വാട്സപ്പിൽ ഇതിട്ടു. അങ്ങനെയാണ് പറഞ്ഞത്. ആരെങ്കിലും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? അങ്ങനെ ഈ 2 അമ്മമാർക്കും മക്കളുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിലുണ്ടായ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവർക്ക് ഓർമ്മ വന്നപ്പോൾ അവർ സ്വയമേ തീരുമാനിച്ചു, ഒരു മെസ്സേജ് ഇട്ടു, പോസ്റ്റ് ഇട്ടു, മുലയൂട്ടാൻ, അതായത് മുലപ്പാൽ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് സമ്മതമാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുലപ്പാൽ എത്തിച്ചു കൊടുക്കും എന്നാണ് അവരിട്ട പോസ്റ്റിൽ. എന്തായാലും നല്ലൊരു മനസ്സാണ്, അതൊരു അമ്മ മനസ്സാണ് അല്ലേ? ഒരു അമ്മയ്ക്കേ അറിയുള്ളൂ അതിൻ്റെ ആ ഒരു കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഉള്ള ആ ഒരു സങ്കടം, വിശന്ന് കരയുമ്പോൾ ഉള്ള. നമ്മൾ തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ, വിശന്ന് കരയുമ്പോൾ നമ്മുടെ മടിയിൽ ഇരുന്ന് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് ഏത് വലിയ സുരക്ഷാ കവചം അതായത് വലിയൊരു സുരക്ഷയിൽ ആ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന സമയത്ത് വലിയൊരു സുരക്ഷ അവർക്ക് കിട്ടിയതുപോലെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ആ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത് അല്ലേ? നമുക്കറിയാം, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാം ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത്. ആ കുഞ്ഞിന് പിന്നെ വേറൊന്നും വേണ്ട, മുലപ്പാൽ മാത്രം മതി ആ കുഞ്ഞിന്. അങ്ങനെയാണ് അവർക്ക് ആ കരച്ചിൽ, അമ്മയുടെ ചൂട് ഏൽക്കുമ്പോൾ, അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിക്കുമ്പോൾ ആ കരച്ചിൽ തനിയേ ഇല്ലാണ്ടാവും. നന്നായിട്ട് പാല് കുടിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തുണ്ടാകുന്ന ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു സന്തോഷമാണ് ആ കുഞ്ഞിൻ്റെ മുഖത്ത്. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഈ അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനായിട്ട് ഈ രംഗത്ത് വന്നിരിക്കുന്ന അമ്മമാരുടെ മനസ്സൊന്ന് ഓർത്ത് നോക്കുകയും അവർക്ക് അതുപോലെ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടം ഉണ്ടായിട്ടാണ്. അപ്പം ഈ അമ്മമാർക്ക് എന്ത് കൊടുത്താൽ മതിയാവും? കോടികൾ കൊടുത്താൽ മതിയാവുമോ? മതിയാവില്ല, ഒന്നിനും പകരമാവില്ല. ഈ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരുടെ ഈ മനസ്സ് മറ്റൊന്നിനും പകരമാവില്ല. അതുപോലെയുള്ള മനസ്സാണ് ഈ അമ്മമാരുടെ. അപ്പോൾ ഈ 2 അമ്മമാരും നല്ലൊരു മാതൃകാപരമായ കാര്യമാണ് നമ്മളെ കാട്ടിത്തരുന്നത്. അപ്പോൾ ഭാവനയ്ക്കും അതുപോലെ ഷാനിബയ്ക്കും 1000 ആശംസകൾ.
ഇങ്ങനൊരു കാര്യത്തിന് മുന്നോട്ട് വന്നു തന്നെ. അപ്പോൾ വീണ്ടും കാണാം. ബായ്.